മാനവകുലത്തിന്റെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ലോകത്തുള്ള സകല മനുഷ്യർക്കും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ആ ക്രൂശീകരണം എന്തിനു വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുവാൻ സ്വയം കടന്നു വരികയും ക്രൂശിൽ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് എന്തിനാണെന്ന് അത് അനുഭവിച്ചറിഞ്ഞവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എന്നാൽ ക്രൂശീകരണത്തെ എതിർക്കുകയും ക്രൂശീകരണത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന പലരും ഈ ഭൂമിയിൽ തന്നെയുണ്ട്. അവർക്ക് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ബോധ്യമില്ലാതെ വരുമ്പോൾ പല ആൾക്കാരും അതിൽ വളരെ വിഷമമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബ് കാണാനിടയായി. CH മുസ്തഫ മൗലവിയും ഫാസിൽ ബഷീർ എന്ന് പറയുന്ന ആളോട് ചേർന്ന് ഒരു ചർച്ച നടത്തുകയാണ്. അവരുടെ ചർച്ചയുടെ വിഷയം ഖുർആൻ അകമ്പൊരുൾ എന്ന് പറയുന്ന ഒരു പുസ്തകമായിട്ട് ബന്ധപ്പെട്ടാണ്. CH മുസ്തഫ മൗലവി എഴുതിയ ആ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടാണ് അതിനെപ്പറ്റിയുള്ള ചർച്ചയാണ്. ആ ചർച്ചയിൽ അവർ രണ്ടുപേരും ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചു വരുമ്പോഴത്തേനും പെട്ടെന്ന് അവരുടെ വിഷയം ബൈബിളിലേക്ക് പ്രവേശിക്കുന്നു. ബൈബിളിനെയും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും വികലമാക്കി ഇസ്ലാമാക്കി ചർച്ചകൾ നടത്തുന്നുണ്ട്. കാരണം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഭയമാണ്, പിശാചിനും ഭയമാണ്. അതിനാൽ ആ ഒരു രീതിയിൽ നിന്ന് പോകുന്നവർക്കും ഭയമാണ്. പിശാചിന് എന്തൊക്കെയാണ് ഭയമാണ്, കണ്ട അവന്റെ തലയെ തകർക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ അവർക്ക് എന്താണ്, ഭയങ്കര ഭയമാണ്. അതുകൊണ്ട് CH മുസ്തഫ മൗലവിയോടും ബാക്കിയുള്ള എന്നെ കേൾക്കുന്നവരോടും പറയുകയാണ്, ആ ഭയം മാറാൻ ഏറ്റവും നല്ലത് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ആദ്യമേ ഈ ഉപദേശം അങ്ങ് തരികയാണ്. കർത്താവിനെ രക്ഷകനും നാഥനുമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പോംവഴി. ഭയം മാറിക്കിട്ടും കേട്ടോ. സ്നേഹവാനായ കാരുണ്യവാനായ ദൈവത്തിന്റെ മുമ്പാകെ ഭയപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല, സ്നേഹത്തോടെ നിൽക്കാൻ സാധിക്കും. CH മുസ്തഫ മൗലവിയുടെ ഖുർആൻ അകമ്പൊരുൾ എന്ന് പറയുന്ന പരിഭാഷ എനിക്ക് അത് ഇറങ്ങിയപ്പോൾ തന്നെ ലഭിച്ചതാണ്. അതിന് വേറൊരാള് അദ്ദേഹം എനിക്ക് ഇത് വായിക്കും, ഇതാണ് മാനവികതയുടെ ഖുർആൻ എന്ന് പറഞ്ഞു കൊണ്ടേ തന്നാണ്. ഞാൻ അത് മുഴുവൻ 2 അധ്യായമുള്ളൂ, ഫാത്തിഹയും ബക്കറയും മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ അതിന്റെ തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ തന്നെ ഇസ്ലാമിക ലോകത്തിന് വടിവെട്ടി വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ബോധ്യമായി. പിന്നെ ബൈബിളിന് നേരെ വരുന്നതിനും അതിൽ തന്നെ അദ്ദേഹം വടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. അതുകൊണ്ട് ആ പുസ്തകം കുറെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നില്ല. പക്ഷെ ഈ പാണക്കാട് ശിഹാബ് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മുനർവലി തങ്ങളൊക്കെയാണ് അതിൽ ആമുഖമായിട്ട് ആശംസയൊക്കെ എഴുതി വിട്ടിരിക്കുന്നത്. പിന്നീട് അതിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് നമ്മുടെ വിഷയമല്ല, അത് പോട്ടെ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അല്ലെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ളത് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതും എന്നാൽ പലർക്കും തള്ളിക്കളയാൻ സാധിക്കാത്തതുമാണ്. എന്നാൽ ഇസ്ലാമികൾ, ഈ 2 ഇസ്ലാമികൾ ഇരുന്ന് പറയുന്നത് എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം. കാരണം എങ്ങനെയാണ് നമുക്ക് ഈ ബൈബിളിനെയും ഈ ഖുർആനെയും ഒരുമിപ്പിക്കാൻ സാധിക്കുക? കാരണം ബൈബിൾ പറയുന്ന പ്രകാരം കുരിശുമരണം സംഭവിച്ചു കഴിഞ്ഞു, പക്ഷേ ഖുർആൻ പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം 7ാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ള നിലയിലാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് മൗലവി അതിനെ ആളുകൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? എങ്ങനെ ഇത് രണ്ടും ഒന്നാണ് എന്നെങ്ങനെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും? മൂല്യങ്ങളിൽ ബൈബിൾ ആണെങ്കിലും ഖുർആൻ ആണെങ്കിലും ഒക്കെ വിശദാംശങ്ങൾ, ഇപ്പോൾ നിസ്കരിക്കണം എന്ന് ഖുർആനിലുണ്ട്, കുർബാന അർപ്പിക്കണം എന്നാണ് ബൈബിളിലുള്ളത്. ഇത് പരസ്പരം വൈരുദ്ധ്യങ്ങളല്ല, ഇത് വിവിധങ്ങളായ ആചാര രീതികളാണ്. വൈരുദ്ധ്യം എന്ന് പറയാവുന്ന ഒരു പോയിന്റാണ് ഫാസിൽ ചൂണ്ടിക്കാണിച്ചത്, കുരിശുമരണം. യഥാർത്ഥത്തിൽ ഖുർആനിൽ കുരിശിലേറി മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം കുരിശിലേറി മരിച്ചിട്ടില്ല, അദ്ദേഹത്തെ ആരും കൊന്നിട്ടുമില്ല. ബൈബിളിലുള്ളത് അദ്ദേഹം കുരിശിലേറി, പക്ഷേ കുരിശിലേറ്റിയതിന് ശേഷം അദ്ദേഹത്തെ പിറ്റേ ദിവസം തന്നെ നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ താഴെ ഇറക്കി കല്ലറയിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഇതിലെവിടെയാണ് വൈരുദ്ധ്യം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇവിടെ പറയുന്നത് ബൈബിളിലും ഖുറാനിലും മൂല്യങ്ങൾ നോക്കണമെന്നാണ് പറയുന്നത്.
CH മുസ്തഫ മൗലവിയോടും കൂടെ ഇരിക്കുന്ന ആ ഇസ്ലാമിയോടും ചോദിക്കുകയാണ് ഖുറാനിൽ എന്ത് മൂല്യം ഉണ്ടെന്നാണ് ഈ പറയുന്നത്. എന്താണ് ഖുറാനിലുള്ള മൂല്യം? ഇനി നിസ്കരിക്കണമെന്ന് ഖുറാനിലുണ്ട്, കുർബാന അർപ്പിക്കണമെന്ന് ബൈബിളിലുണ്ടെന്ന് പറയുന്നു. ഇത് പരസ്പരം വൈരുദ്ധ്യങ്ങളല്ല എന്ന് പറയുന്നു. ഈ കുർബാന എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതിൽ കത്രുമേശം എന്ന് പറയുന്നതും ഈ നിസ്കാരവും തമ്മിൽ പരസ്പര വൈരുദ്ധ്യങ്ങളല്ല, വിവിധമായ ആചാരങ്ങളൊക്കെയാണെന്ന് താങ്കൾ പറയുന്നത്. അല്ല, ഇത് തമ്മിൽ വിവിധമായ ആചാരമാണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് എങ്ങനെ അങ്ങോട്ട് പോകും? ആ ഓർമ്മയല്ലേ? നിങ്ങളുടെ നിസ്കാരം എന്ന് പറയുന്നത് എന്താണ്? 5 നേരം നിസ്കരിക്കണമെന്ന് ഖുറാൻ്റെ അകത്ത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇനി നിസ്കാരത്തിന് മുമ്പ് പല കാര്യങ്ങൾ ചെയ്തിട്ടാണല്ലോ ചെയ്യാൻ. അല്ല, ഈ നിസ്കാരം എന്നാ തുടങ്ങിയത്? അത് പോട്ടെ, ഇനി അതിലേക്ക് കൂടുതലായിട്ട് വരുന്നില്ല. അതിപ്പം ഇവിടെ ക്രൂശുമരണം എന്ന് പറയുന്നത് വളരെ മുസ്ലിങ്ങളായിട്ടുള്ളവർക്ക്, ഇസ്ലാമികളായിട്ടുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളത്. കാരണം ഖുറാനിൽ കുരിശിൽ കയറി മരിച്ചിട്ടില്ല എന്നാണ് ബൈബിളിലുള്ളത്. കുരിശിലേറി പിറ്റേ ദിവസം നേരത്തോട് നേരം ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ താഴെ ഇറക്കി കല്ലറയിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റു എന്നാണ്. ഇവിടെ എവിടെയാണ് വൈരുദ്ധ്യം എന്നാണ് എൻ്റെ ചോദ്യം. ആരുടെ ചോദ്യം? CH മുസ്തഫ മൗലവിയുടെ ചോദ്യം. പറയുമ്പോൾ മുഴുവനും പറയണം മൗലവി, അല്ലാതെ കള്ളം പറയരുത്. ഈ തക്കി അടിച്ചങ്ങോട്ട് ഇറക്കി വിടരുത്. കാരണം മുസ്തഫ മൗലവി പറയുന്നത് ക്രൂശിൽ കയറി എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ആരെ? യേശു ക്രിസ്തുവിനെ ക്രൂശിൽ കയറ്റി എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ പറയുന്നില്ല, ഞാൻ യേശു വിസയൻ രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് CH മുസ്തഫ മൗലവിയുടെ ഇതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ക്രൂശിൽ കയറി എന്നുള്ള ഉറപ്പാണ്, പക്ഷെ അവിടെ മരണം സംഭവിച്ചിട്ടില്ല എന്നാ പറയുന്നത്. പിന്നെ എന്താ അവിടെ സംഭവിച്ചേ? പിന്നെ എന്താണ് മൗലവി സംഭവിച്ചത്? നിങ്ങളുടെ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു അഭിപ്രായം പറ. സ്വർഗത്തിലേക്ക് കയറിപ്പോയെന്നാണോ, അല്ലെങ്കിൽ ഈ ഈസായിക്ക് പകരം വേറൊരാളെ? നിങ്ങളുടെയൊക്കെ പല പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം ഇങ്ങനെയാണല്ലോ. ഈ ഒറ്റിക്കൊടുത്ത യൂതയുണ്ടല്ലോ, യൂതായ്ക്ക് ഒരു ശിക്ഷ എന്നോണം പെട്ടെന്ന് ഈസയുടെ രൂപം യൂതായ്ക്ക് കൊടുത്തിട്ട് യൂതായെ ക്രൂശിച്ചു എന്ന് പറയുന്നുണ്ട്. കുറേനക്കാരനായ ശീമോനുണ്ട്, അദ്ദേഹത്തെ ക്രൂശിച്ചെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടുമല്ല, അവിടെ ഈസയുടെ രൂപസാദൃശ്യം ഉണ്ടായിരുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തെ പിടിച്ച് ക്രൂശിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ കള്ളത്തരം കാണിക്കാൻ നിങ്ങളുടെ ദൈവത്തിന് ഒരു കുഴപ്പമില്ലല്ലേ? പാവം പിടിച്ച് നിന്ന അവരെയൊക്കെ പിടിച്ചിട്ട് ഇത് ക്രൂശിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തെ തന്നെ ക്രൂശിച്ചാൽ പോരായിരുന്നു. ഇനി അത് പോട്ടെ, ഈ മുഹമ്മദ് പഠിപ്പിച്ചതല്ലേ നിങ്ങൾക്കറിയത്തുള്ളൂ, അതുകൊണ്ടേ നിങ്ങൾ അത് പാടത്തുള്ളൂ. അത് വേറൊരു വിഷയം. യേശുക്രിസ്തുവിനെ വെറുതെ ക്രൂശിച്ചതല്ല. അതിന് അക്കാലത്തെ വിസ്താരണ സംഘം അല്ലെങ്കിൽ വിസ്താര സംഘം വളരെ പ്രധാനമായും വിസ്തരിച്ചിട്ടും തന്നെയാണ് ക്രൂശിച്ചത്. അതിന് വിസ്താര രീതി പല വിഭാഗമാണ്. വിസ്താര രീതി എങ്ങനെയെന്ന് വെച്ചാൽ, ന്യായാധിപ സംഘം പ്രതിയുടെ വക്കീൽ എന്ന പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. പ്രതിയെ ശിക്ഷിക്കുന്നതിനുള്ള തെളിവുകൾ കണ്ടുപിടിക്കുന്നതിനേക്കാളും പ്രതിയെ വിട്ടയക്കുന്നതിനുള്ള തെളിവുകൾ കണ്ടുപിടിക്കുന്നതിലാണ് ശ്രദ്ധ നൽകിയിരുന്നത്. 7 വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു പ്രതിക്ക് വധശിക്ഷയെങ്കിലും നൽകണമെന്നുള്ളത് ഈ സന്നിഗ്ധ സംഘത്തിന്റെ അല്ലെങ്കിൽ വിനാശക സംഘമായി കരുതപ്പെടുന്ന ഈ വിഭാഗത്തിന് അവർ കൊടുക്കണമെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ന്യായവിസ്താരത്തിലെ 4 അടിസ്ഥാനങ്ങൾ യഹൂദന്മാർ ഉയർത്തിപ്പിടിച്ചിരുന്നു. 1ഉം 2ഉം അല്ല, 4 അടിസ്ഥാനങ്ങൾ. ഒരു മനുഷ്യനെ ക്രൂശീകരിക്കുന്നതിന് മുമ്പായിട്ട് 4 കാര്യങ്ങൾ, ക്രൂശീകരിക്കല്ല, അവർ ഏതെങ്കിലും രീതിയിൽ ശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, ആരോപണങ്ങൾ സ്പഷ്ടവും നിശ്ചിതവുമായി ഇരിക്കണം. 2, വിസ്താരം പരസ്യമായിരിക്കണം. 3, പ്രതിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. 4, സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യം പാടില്ല. ഈ 4 കാര്യങ്ങൾ, ഈ 4 ഭാഗം പ്രധാനമായി അവർ ചെയ്തിരിക്കണം. അതിപ്പോൾ അത് ചെയ്യാതെ ഒരിക്കലും പറ്റത്തില്ല. ഒന്നുകൂടെ പറയാണ്, ആരോപണങ്ങൾ സ്പഷ്ടമായും നിശ്ചിതമായും ഇരിക്കണം, വിസ്താരം പരസ്യമായിരിക്കണം, പ്രതിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യം പാടില്ല. ഇനി അത് മാത്രം പോരാ, ഈ ന്യായവിസ്താരത്തിൽ പാലിക്കേണ്ട പ്രധാന തത്വങ്ങളുണ്ട്. തത്വങ്ങൾ അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. തത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 2ഉം ഒന്നും അല്ല, അത് കുറച്ചുണ്ട്. 1, സാക്ഷിമൊഴികളാൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ പ്രതിയെ നിർദോഷിയായി കണക്കാക്കണം. 2,
സാക്ഷിമൊഴികളിൽ നിന്ന് കുറ്റപത്രം തയ്യാറാക്കിയതിനു ശേഷമാണ് കേസ് വിസ്താരം തുടങ്ങേണ്ടത്. 3. പ്രതിയുടെ മൊഴിയല്ല സാക്ഷിയുടെ മൊഴിയാണ് തെളിവായി സ്വീകരിക്കേണ്ടത്. 4. ആരോപണ വിധേയനായ പ്രതിക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകണം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. സാക്ഷിമൊഴികളാ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ പ്രതിയെ നിർദോഷിയായി കണക്കാക്കണം. സാക്ഷിമൊഴികളിൽ നിന്ന് കുറ്റപത്രം തയ്യാറാക്കിയതിന് ശേഷമാണ് കേസ് വിസ്താരം തുടങ്ങുക. ഇതെല്ലാം 4 ഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിലാക്കിയത് കരുതുന്നു. 5. പ്രതിക്ക് ദോഷകരമായ ഉത്തരം ലഭിക്കാവുന്ന ചോദ്യങ്ങൾ അയാളോട് ചോദിക്കരുത്. 6. വധശിക്ഷയ്ക്കുള്ള കേസുകൾ പ്രതിയുടെ നിരപരാധിത്വത്തിന്റെ തെളിവുകൾ അവതരിപ്പിച്ചുകൊണ്ട് വേണം തുടങ്ങേണ്ടത്. കുറ്റക്കാരനാകാനുള്ള കാരണങ്ങൾ കാണിച്ചുകൊണ്ട് തുടങ്ങരുത്. 7. പ്രതിയെ ശിക്ഷിക്കണമെന്ന് അഭിപ്രായം പറഞ്ഞ അംഗത്തിന് അനന്തരാന്വേഷണത്തിൽ അവനെ വിട്ടയക്കണമെന്ന് അഭിപ്രായം രേഖപ്പെടുത്താം. എന്നാൽ ആദ്യം അനുകൂലമായി പറഞ്ഞ അംഗം പിന്നീട് പ്രതികൂലമായി പറയാൻ പാടില്ല. 8. മരണശിക്ഷയ്ക്ക് ഐക്യകണ്ഠേനയുള്ള വിധി പാടില്ല. ഒരാളെങ്കിലും പ്രതിക്ക് വേണ്ടി വാദിക്കണം. മരണശിക്ഷ വിധിക്കുന്നതിന് കുറഞ്ഞത് 2 പേരുടെ ഭൂരിപക്ഷം ആവശ്യമാണ്. 9. മരണശിക്ഷ അർഹിക്കുന്ന കേസുകൾ വിചാരണ നടന്ന് 24 മണിക്കൂറുകൾക്ക് ശേഷമേ വിധി കൽപ്പിക്കാവൂ. വിധി പറയുന്നതിന് മുമ്പ് ന്യായാധിപന്മാർക്ക് ശാന്തമായി ചിന്തിക്കുവാൻ 1 രാത്രിയെങ്കിലും ലഭിക്കേണ്ടതാണ്. ഈ വ്യവസ്ഥയുടെ വെളിച്ചത്തിലാണ് ഇത് നടത്തേണ്ടത്. അതിന് വേറൊരു ഇതൂടെ ഉണ്ട്. വലിയ പെരുന്നാളുകളുടെയോ ശബത്തിന്റെയോ തലേ ദിവസം വിവിധ ശിക്ഷാർഹമായ കേസുകളുടെ വിസ്താരം വിലക്കപ്പെട്ടിരുന്നു. കാരണം വലിയ പെരുന്നാളുകളിലും സന്നിധി സംഘത്തിന് സമ്മേളിക്കാൻ അനുവാദമില്ല. വധശിക്ഷയ്ക്ക് അർഹമായ കേസുകൾ വിചാരണ ചെയ്യുന്നതിന് സംഘം രാത്രി സമ്മേളിക്കാൻ പാടില്ല. ഇത്രയും നിയമങ്ങൾക്ക് കീഴിലാണ് വിസ്താരം നടക്കേണ്ടത്. കാര്യം മനസ്സിലായോ? ഇദ്ദേഹം പറയുന്നുണ്ട്, CH മുസ്തഫ മൗലവിയൊക്കെ പറയുന്നുണ്ട്, അത് ആരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് പോഷത്വമാണ് ഇദ്ദേഹമൊക്കെ പറയുന്നത്. അതാണ് ഇസ്ലാമികൾ എന്ന് പറയുന്നത്. 2 പേരോട് ഇരുന്നുകൊണ്ട് അവരുടെ ഇസ്ലാമിനെ അങ്ങോട്ട് പൊക്കിയിട്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ, കാരണം ഇത്രയും സംഭവങ്ങൾ ഒരു യഹൂദന്റെ നിയമത്തിന്റെ അകത്തുള്ളതാണ്. ഇനി യഹൂദന്റെ നിയമം പോട്ടെ, ഈ നിയമങ്ങൾ തന്നെയല്ലേ ഇപ്പൊ ഏകദേശം നമ്മുടെയൊക്കെ നിയമങ്ങളായിട്ട് തന്നെ നിൽക്കുന്നത് ഇന്ത്യയിൽ. ശരിയല്ലേ? ഒന്ന് കോടതിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഇത്രയും നിയമങ്ങൾ ഉണ്ടായിട്ടും ഈ നിയമങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു യേശുക്രിസ്തുവിനെ വിസ്തരിച്ചത്. അതുകൂടെ മനസ്സിലാക്കണം. യഹൂദന്മാരുടെ ഇത്രയും നിയമങ്ങൾ ഉണ്ടായിട്ടും ഈ നിയമങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്തത്? അവർ വിസ്തരിച്ചത്. അതെങ്ങനെയാണെന്നറിയോ? 1. യേശുവിന്റെ ബന്ധനം രഹസ്യത്തിൽ, വിസ്താരം അർദ്ധരാത്രിയിൽ, വിചിത്രമായ കുറ്റാന്വേഷണം. മനസ്സിലായല്ലോ? യേശുവിനെ ബന്ധിച്ചത് രഹസ്യത്തിലാണ്, വിസ്താരം അർദ്ധരാത്രിയിലായിരുന്നു, വിചിത്രമായ കുറ്റാന്വേഷണം ഉണ്ടായി. 2. വിസ്താര സമയത്താണ് യേശുവിന്റെ ഉപദേശവും പ്രവൃത്തിയും എന്തായിരുന്നുവെന്ന് മഹാപുരോഹിതന കയ്യപ്പാവ് യേശുവിനോട് ചോദിച്ചത്. യേശുവിന്റെ ഉപദേശവും പ്രവൃത്തിയും മനസ്സിലാക്കിയിട്ടില്ലാത്ത അവർ എന്തടിസ്ഥാനത്തിലാണ് യേശുവിനെ അറസ്റ്റ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാല് വിസ്താര സമയത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇതിനെപ്പറ്റി എല്ലാം അറിഞ്ഞിരിക്കണമെന്നാണ് അവരുടെ നിയമം. പക്ഷെ ആ നിയമങ്ങളെ മുഴുവൻ കാറ്റി പറത്തി കളഞ്ഞുകൊണ്ട് ഇത് മൊത്തം എന്താണ്? വിസ്താര സമയത്താണ് യേശുവിന്റെ ഉപദേശവും പ്രവൃത്തി എന്തായിരുന്നെന്ന് കയ്യപ്പാവ് യേശുവിനോട് ചോദിക്കുന്നത് തന്നെ. പക്ഷെ ഇതിനു മുമ്പേ ചെയ്യണമെന്നാണ് അതുള്ളത്. 3. യേശുവിന്റെ വിസ്താരവും വിധിയും പെസഹ പെരുന്നാളിലായിരുന്നു. 4. പ്രധാന വിസ്താരം നടന്നത് രാത്രിയിലാണ്. ഇതൊന്നും അവരുടെ ആദ്യത്തെ ആ നിയമത്തിൽ പെടുന്നതല്ല. 5. ശിക്ഷ മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് വിസ്താരം നടത്തിയത്. മുൻവിധിയോടുകൂടിയുള്ള വിസ്താരം സാമാന്യ നീതിയുടെ ലംഘനമാണ്. അതിന് മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 1-2 ഇങ്ങനെ പറയുന്നത്, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹായുടെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവമായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്താൽ പിടിച്ചു കൊല്ലേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. ജനത്തിൽ കലഹം ഉണ്ടാകാതിരിപ്പാൻ ഉത്സവത്തിലരുത് എന്ന് അവർ പറഞ്ഞു. അപ്പൊ ഇതെന്താണ്? മുൻകൂട്ടി ശിക്ഷ തീരുമാനിച്ചതാണ്. 6.
വിധി കൽപ്പിച്ച കോടതി തന്നെയാണ് മരണശിക്ഷയ്ക്ക് ആധാരമായ കുറ്റപത്രം നിർമ്മിച്ചതും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് യൂദയ്ക്ക് കൈക്കൂലി കൊടുത്തത്. ഇവിടെ കേസിന്റെ വാദിയും വിധികർത്താവും ഒന്നായി മാറി. നേരത്തെ അതും ഇതോടൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. 7. സാക്ഷികളുടെ മൊഴിയിൽ നിന്ന് ആരോപണങ്ങൾ ക്രോഡീകരിച്ച ശേഷമേ വിസ്താരം തുടങ്ങാവൂ എന്നാണ് നിയമം. അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് ഉള്ളതാണ്. ഇവിടെ കോടതി തന്നെയാണ് ആരോപണങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. ആരോപണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് കോടതിയാണ്. അതിനാലാണ് മഹാപുരോഹിതന്റെ ചോദ്യത്തിന് രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല, നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്കുക, ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്ന് യേശു ഉത്തരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 18:21. അപ്പം ഇവിടെ എന്താ ചെയ്തത്? സാക്ഷിയുടെ മൊഴിയിൽ നിന്നുള്ള ആരോപണങ്ങൾ ക്രോഡീകരിച്ച ശേഷമേ വിസ്താരം തുടങ്ങൂ എന്ന് നിയമം ഇരിക്കെ ആരോപണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് കോടതി തന്നെയാണ്. 8. യേശുവിന് നേരെ അനേകർ കള്ളസാക്ഷ്യം പറഞ്ഞു, എന്നാൽ സാക്ഷിമൊഴികൾ ഒത്തുവന്നില്ല എന്ന നിലയ്ക്ക് പ്രതിയെ അപ്പോൾ തന്നെ വെറുതെ വിടേണ്ടതാണ്. വിട്ടോ? ഇല്ല. 9. പ്രധാന ന്യായാധിപന കയ്യഫാവ് തന്നെയാണ് കേസ് നടത്തിപ്പിലും പ്രധാനി. അയാളാണ് പ്രതിക്ക് പ്രതികൂലമായ വസ്തുത ലഭിക്കേണ്ട ചോദ്യം ചോദിച്ചത്. 10. പ്രതിഭാഗത്ത് നിന്ന് ഒരു സാക്ഷിയെയും വിസ്തരിച്ചിട്ടില്ല. മാത്രവുമല്ല, പ്രതിക്ക് സാക്ഷികളെ ഹാജരാക്കുന്നതിനുള്ള അവസരവും നൽകിയില്ല. 11. യേശുവിന് അനുകൂലമായി ആരും വാദിച്ചില്ല. ശിക്ഷാവിധി ഐക്യകണ്ഠേനയായിരുന്നു. 12. 2 പ്രാവശ്യം അവർ യേശുവിനെ കയ്യേറ്റം ചെയ്തു. ലോകത്ത് ന്യായത്തിന് അന്യായം കാണിച്ചു കൊണ്ടുവന്ന വിചാരണയായിരുന്നു ഇത്. കാര്യം മനസ്സിലായല്ലോ? 12 കാര്യം. ഈ 12 ആദ്യത്തെ അവരുടെ ഈ യഹൂദന്മാരുടെ നിയമത്തിന്റെ, കോടതിയുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. ഈ 12 കാറ്റിപ്പറത്തിക്കൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അവർ ക്രൂശീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇപ്പൊ ലോകത്ത് ന്യായത്തിന് അന്യായം കാണിച്ചുകൊണ്ട് നടന്ന ഒരു വിചാരണയായിരുന്നു അത്. പിന്നെ യേശുവിനെ അന്നത്തെ യഹൂദ്യ ഭരിച്ചിരുന്ന ദേശാധിപതിയായ പീലാത്തോസിന് മുമ്പിൽ വിചാരണ ചെയ്തു എന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അല്ല, ഇത്രയും കാര്യങ്ങൾ, 12 കാര്യങ്ങൾ അവർക്കുള്ള നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് 12 അന്യായമായിട്ടുള്ള കാര്യങ്ങളെ യേശുക്രിസ്തുവിന്റെ മേൽ വെച്ച് അവിടെ അന്നേരപ്പെടുത്തേന് ഈ ക്രൂശീകരണത്തിനുള്ള കാര്യങ്ങളല്ല ഇസ്ലാമികളെ അവിടെ ചെയ്തത്. അത് വേറെ എന്തെങ്കിലും ആയിരുന്നു? അത് വേറെന്തെങ്കിലും ആയിരുന്നു? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ മതത്തെ അങ്ങോട്ട് പൊക്കിക്കൊണ്ടു പോകും. ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പൊക്കിക്കൊണ്ടു പോകുമ്പോഴത്തേനും അവിടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി പറയുന്ന ചരിത്രങ്ങൾ കിടപ്പുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരായിട്ടുള്ളത്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ കള്ളത്തരം പറഞ്ഞു വരുന്നത്? ഒന്നെങ്കിൽ നിങ്ങളത് തള്ളിക്കളയുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മതം വളരാൻ വേണ്ടി യേശുക്രിസ്തുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബൈബിളിനെ കൂട്ടുപിടിച്ച് നിങ്ങളുടെ കള്ളത്തരം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകരുത്. ഇതാണ് ഇസ്ലാമിന്റെ നാണക്കേടെന്ന് പറയുന്നത്. പീലാത്തോസിന്റെ മുമ്പില് വിചാരണ ചെയ്തു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിങ്ങനെയാണ്: പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഫാവിന്റെ അടുക്കൽ നിന്ന് ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആ സ്ഥാനത്തിൽ കടന്നില്ല. പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്ന് ഈ മനുഷ്യന്റെ നേരെ എന്തു കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. കുറ്റക്കാരനല്ലാഞ്ഞു എങ്കിൽ ഞങ്ങൾ അവരെ നിന്റെ പക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു എന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൂട്ടിക്കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പിൻ എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട്, മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിൽ നിന്ന് ഇതിനാൽ നിവർത്തി വന്നു. പീലാത്തോസ് പിന്നെയും ആ സ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിന് ഉത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ സേവകർ പോരാടുമായിരുന്നു.
എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പീലാത്തോസിന്റെ അടുത്ത് തന്നെയാണേ. ഇനി യേശുവിനെ ഹെരോദാവിന്റെ മുമ്പിലും വിചാരണയ്ക്ക് നിർത്തുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ബൈബിളിൽ പരിശോധിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അകത്ത് 23 അധ്യായന്റെ 6 മുതൽ 12 വരെയുള്ള ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. ഇത് കേട്ടിട്ട്, ഈ മനുഷ്യൻ ഗലീലക്കാരനോ എന്ന് പീലാത്തോസ് ചോദിച്ചു. ഹെരോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞിട്ട് അന്ന് യെരുശലേമിൽ വന്ന് പാർക്കുന്ന ഹെരോദാവിന്റെ അടുക്കൽ അവനെ അയച്ചു. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെക്കുറിച്ച് കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാം എന്ന് ആശിച്ചിരുന്നു. ഏറിയൊന്ന് ചോദിച്ചിട്ടും അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ടു നിന്നു. ഹെരോദാവ് തന്റെ പടയാളികളുമായി അവനെ പരിഹസിച്ചു നിസാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു. അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു. ഇത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പായിട്ട് വിസ്താരണ വേളയാണ്. ബദ്ധവൈരികളായിരുന്നവർ പോലും ഈ ഒരൊറ്റയാൾ കാരണം സ്നേഹിതന്മാരായി തീർന്നു. നിങ്ങൾ ചിന്തിക്കണേ, സാധാരണ എന്താ ചെയ്യേണ്ടത്? പീലാത്തോസ് എന്റെ വൈരിയാണ്, അപ്പോൾ എന്ത് ചെയ്യണം? പുള്ളി അന്നേരം ഒന്നും ചെയ്യാതെ വിട്ടു, എന്നാൽ പിന്നെ ഇവനെ ശിക്ഷിച്ചേക്കാമെന്ന് ഹെരോദാവ് തീരുമാനിക്കേണ്ടതല്ലേ. പക്ഷെ ഈ വിഷയത്തിൽ എന്ത് ചെയ്തു? രണ്ടുപേരും സ്നേഹിതന്മാരായി തീർന്നു. മുമ്പേ അവര് ഭയങ്കര വൈരികളുമായിരുന്നു. ആ യേശുക്രിസ്തുവിന്റെ സ്നേഹം കണ്ടു. വൈരികളായിട്ടിരുന്നവരെ ഒരുമിപ്പിച്ച് അങ്ങ് സ്നേഹിപ്പിച്ചു. അപ്പോഴും ഇവിടെ ക്രൂശിൽ കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടുപേരുടെ മുമ്പാകെ വിസ്താരം നടന്നു. അത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ മുമ്പാകെയായിരുന്നു, അല്ലാതെ കഥ കടച്ചല്ലായിരുന്നു. അവിടെയും വിസ്താരം തീരാത്തതുകൊണ്ട് പിന്നെയും പീലാത്തോസിന്റെ മുമ്പാകെ പിന്നെയും വന്നു. യേശുവിനെ വിസ്തരിക്കുവാനും പീലാത്തോസിന് മനസ്സുണ്ടായിരുന്നില്ല. ദുർബല സ്വഭാവിയായിരുന്നു പീലാത്തോസ്. കുറ്റാരോപണവും വ്യാജമെന്നും രാഷ്ട്രീയ വിപ്ലവം യേശുവിന്റെ ലക്ഷ്യമല്ലെന്നും അസൂയ നിമിത്തമാണ് യേശുവിനെ തങ്കൽ ഏൽപ്പിച്ചതെന്നും പീലാത്തോസിന് നല്ലവണ്ണം അറിയാമായിരുന്നു. യേശുവിനെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ 3 വ്യത്യസ്ത മാർഗങ്ങൾ വരെ പീലാത്തോസ് സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, മരണശിക്ഷയിൽ നിന്ന് വിധിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി 3 വ്യത്യസ്ത മാർഗങ്ങൾ പീലാത്തോസ് സ്വീകരിച്ചിട്ടുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായന്റെ 6 മുതൽ 12 വരെ വായിച്ചാല് ഹെരോദാവ് പടയാളികളുമായി യേശുവിനെ പരിഹസിച്ചു, നിസ്സാരനാക്കി, ശുഭ്രവസ്ത്രം ധരിപ്പിച്ചു, പീലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു എന്ന് കാണാം. അടുത്തത് ലൂക്കോസ് 23:16 വായിക്കുമ്പോൾ യേശുവിനെ അടുപ്പിച്ചിട്ട് വിട്ടയക്കാമെന്ന് പറഞ്ഞു. കാരണം ഭയമായിരുന്നു. യേശുവിൽ ആരോപിക്കപ്പെട്ട കുറ്റമൊന്നും പീലാത്തോസ് കണ്ടില്ല. എങ്കിലും യഹൂദ പ്രമാണിമാരെ ഭയന്ന് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യേശുവിനെ അടുപ്പിച്ച് വിട്ടയക്കാമെന്ന് പറഞ്ഞു. 3, പെസഹായ്ക്ക് ഒരു തടവുള്ളിയെ വിട്ടുകൊടുക്കുക പതിവായിരുന്നു. അതനുസരിച്ച് യേശുവിനെ വിട്ടയക്കുവാൻ പീലാത്തോസ് ശ്രമിച്ചു. അത് മർക്കോസിന്റെ സുവിശേഷം 15:6, യോഹന്നാന്റെ സുവിശേഷം 18:39 വായിക്കാം. ഇങ്ങനെ 3 രീതിയിൽ പീലാത്തോസ് മാർഗം സ്വീകരിച്ചു. ജനത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പീലാത്തോസ് ബറാബാസിനെ ജനത്തിന് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ചു ക്രൂശിക്കുന്നതിന് പടയാളികളെ ഏൽപ്പിച്ചു. എന്നാൽ ഇനിയും അന്തിമവും ഔപചാരികവുമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചിട്ടില്ല. ഇത്രയും കാര്യം നടന്നിട്ടും വിധി പുറപ്പെടുവിച്ചിട്ടില്ല. ചമ്മട്ടടിയുടെ ക്രൂരത ജനത്തിന്റെ മനസ്സ് തണുപ്പിക്കുകയും യേശുവിനെ ക്രൂശിക്കണമെന്നുള്ള ഘോരമായ നിലവിളി ശമിപ്പിക്കുകയും ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. കാരണം ഇപ്പം ഈ ഘോരമായ നിലവിളി നടത്തണമെങ്കിൽ കഥ അടച്ചിട്ടല്ലല്ലോ. അതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ CH മുസ്തഫ മൗലവി ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഈ സ്വന്തം വസ്ത്രം മാറ്റി കൈകൾ ബന്ധിച്ച് പുറകോട്ട് മലർത്തി കുറ്റക്കാരനെ ആ സ്ഥാനത്തേക്ക് മുൻപിലുള്ള കുറ്റിയിലോ തൂണിലോ ബന്ധിക്കും. അതാണ് അവരുടെ ആ നിയമത്തിന്റെ ഇതാണ്. അടി തീർന്നു കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും? പടയാളികൾ മേലങ്കി ധരിപ്പിച്ച് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും.
രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ നിന്നും വസ്ത്രം കീറിയെടുക്കും. യേശുവിനെ നിന്ദാസൂചകമായിട്ട് രക്താംബരം ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു കിരീടം മെനഞ്ഞ് യേശുവിന്റെ തലയിൽ വെച്ചു. ചെങ്കോലിന് പകരം വലങ്കയിൽ ഒരു കോലും കൊടുത്തു. പരിഹാസമായിട്ട് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് വിളിച്ചു. യേശുവിന്റെ കർണത്തടിച്ചു. യേശുവിനെ ദൈവമായി ആരാധിക്കുകയും കോലെടുത്ത് യേശുവിന്റെ തലയിൽ അടിക്കുകയും ചെയ്തു. പീലാത്തോസ് യേശുവിനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തി ഇതാ ആ മനുഷ്യൻ എന്ന് പറഞ്ഞു. ഈ കാഴ്ചയും പുരുഷാരത്തെ ഒന്നും ശാന്തമാക്കിയില്ല. അവരുടെ ആവശ്യത്തിലേക്ക് എത്തിക്കുന്നില്ല. അവരുടെ ആവശ്യം എന്താണ്? ക്രൂശിക്കുക എന്നുള്ളതാണ്. അത് മഹാപുരോഹിതന്മാരും ചേവകരുടെ രോഷം വർദ്ധിപ്പിച്ചതേ ഉള്ളൂ. ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന ആർപ്പുവിളി ചുറ്റും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കുമ്പോഴല്ല. നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാനോ അവനിലൊരു കുറ്റം കാണുന്നില്ല എന്ന് പീലാത്തോസ് അവരോട് പറഞ്ഞതുമാണ്. യേശു തന്നെത്താൻ ദൈവോത്തരനാക്കിയത് കൊണ്ട് ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാണെന്ന് യഹൂദന്മാർ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പീലാത്തോസിനോട് ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത് പീലാത്തോസിന് ഭയഹേതുവായിട്ട് എന്ത് ചെയ്തു? പീലാത്തോസ് ആ സ്ഥാനത്തിൽ ചെന്ന് യേശുവിനോട് ആദ്യം ചോദിച്ചത് നീ എവിടെ നിന്നാകുന്നു എന്നാണ്. യേശുക്രിസ്തു എന്ത് ചെയ്തു? മൗനം പാലിച്ചു നിന്നതേ ഉള്ളൂ. നിന്നെ വിട്ടയക്കാനും ക്രൂശിപ്പാനും എനിക്ക് അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ എന്ന് പീലാത്തോസ് ചോദിച്ചതിന് പരമാധികാരം മേലിൽ നിന്നാണെന്നും മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ തൻ്റെ മേൽ പീലാത്തോസിന് ഒരു അധികാരം ഉണ്ടാകില്ലെന്നും യേശു പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേനും പീലാത്തോസ് എന്ത് ചെയ്തു? സംഭ്രമിച്ചു പോയി. എന്നാൽ യേശുവിന്റെ രക്തത്തിനായിട്ടുള്ള യഹൂദന്മാരുടെ നിലവിളി അധികമായി. യേശു തന്നെത്താൻ രാജാവാകൊണ്ട് കൈസറോട് മത്സരിക്കുന്നുവെന്നും യേശുവിനെ വിട്ടയച്ചാൽ പീലാത്തോസ് കൈസറുടെ സ്നേഹിതനല്ലെന്നും യഹൂദന്മാർ വിളിച്ചു പറയാൻ തുടങ്ങി. കൈസറുടെ സ്നേഹിതൻ എന്ന് റോമൻ ബഹുമതി ലഭിച്ച നാടുവാഴിയായിരുന്നു പീലാത്തോസ്. അപ്പൊ കൈസറുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരുവനെ ശിക്ഷിക്കാതെ വിട്ടാല് കൈസറുടെ അപ്രീതിക്ക് പാത്രമാകും എന്നതിന് മുന്നറിയിപ്പായിരുന്നു അത്. സാർത്ഥമോഹിയായ പീലാത്തോസിന് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. കൈസറുടെ അപ്രീതി ഭയന്നു. യഹൂദന്മാർ ആവശ്യപ്പെട്ട വിധി നൽകുവാൻ പീലാത്തോസ് പ്രേരിതനായി. യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. പീലാത്തോസ് ഗബഥായിലെ ന്യായാസനത്തിലിരുന്നു. പീലാത്തോസ് ഒരിക്കൽ കൂടി പരിഹാസരൂപേണ യേശുവിനെ മുന്നിൽ നിർത്തി ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ് അവനെ ക്രൂശിക്കുക എന്ന് വീണ്ടും നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ആര്? ആ സ്ഥലത്തിരിക്കുന്ന ആൾക്കാര് അവിടെ ഇരുന്നുകൊണ്ട് യേശുവിനെ ക്രൂശിക്കുക. അപ്പൊ ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പീലാത്തോസും കൊടുത്തു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്ന് പീലാത്തോസ് ചോദിച്ചതിന് മഹാപുരോഹിതന്മാർ പറഞ്ഞത് ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല. ഉടൻ പീലാത്തോസ് എന്ത് ചെയ്തു? യേശുവിനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 1 മുതൽ 6 വരെ. ഹെരോദാവ് യേശുവിൽ കുറ്റം കണ്ടെത്താനാകാതെ പീലാത്തോസിന്റെ അടുക്കലേക്ക് മടക്കി അയച്ചപ്പോൾ പീലാത്തോസ് യേശുവിനെ വിട്ടയക്കേണ്ടതായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ അവിടെ വിട്ടയച്ചില്ല. ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18:33, 19:4, 6 ഒക്കെ ഒന്ന് വായിക്കുമ്പോഴത്തേനും കാണാം. പക്ഷെ ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്തു. ഈ വിധിയെക്കുറിച്ച് നമുക്ക് ഒന്നേ പറയാനുള്ളൂ. മനസ്സിലായോ? കാരണം ഈ ക്രൂശീകരണം വിശ്വസിക്കുന്ന നമുക്ക് ഒന്നേ പറയാനുള്ളൂ, വേറെ ഒന്നുമല്ല. 1 പത്രോസ് 3:18 പറയുകയാണ്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. എന്നെ കേട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കണം, യേശുക്രിസ്തുവിനെ വെറുതെ ഒന്നും ക്രൂശിച്ചതല്ല. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ എന്ത് ചെയ്തു? അവിടെ ക്രൂശിൽ എന്ത് ചെയ്തു? തറയ്ക്കുന്നതിന് മുമ്പ് വിചാരണ നടത്തിയിട്ടുണ്ട്. പല രീതിയിൽ അവർ പരിഹസിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാ? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും വേണ്ടിയാണ്. അല്ലാതെ പാപത്തിൽ നിന്ന് പരിഹാരത്തിനായിട്ട് മരിച്ചിട്ട് ചെല്ലുമ്പോഴത്തേന് ഖബറിലിട്ട് ഖബർ ദണ്ഡന ഏൽപ്പിക്കാൻ വേണ്ടിയല്ല. മുൻകീറും നക്കീറും എന്ന് പറയുന്ന 2 പേരും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് ഇരുത്തിയിട്ട് നിന്റെ റബ്ബാരെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ കൂടമെടുത്ത് ചെവിയുടെ പുറകിലിട്ട് അടിച്ച് കാഹള ഊതുന്ന കാലം വരെയിട്ടുണ്ട് അടിച്ച് നാറാണക്കല്ലാക്കുന്ന ഒരു പരിപാടിയൊന്നും ക്രിസ്ത്യാനിറ്റിയിലില്ല. നീ ഇന്ന് മരിച്ചാൽ നീ കർത്താവിനോടുകൂടെ, അല്ലാതെ ഇതുപോലെ അടിയൊന്നുമില്ല. ഖബർ ദണ്ഡനം, ഖബർ ശിക്ഷ, ഖബർ പരീക്ഷണം, എന്തൊക്കെ കലാപരിപാടി കഴിഞ്ഞിട്ടാണ് പോകുന്നതെന്ന് അറിയാവോ? പക്ഷെ ഇത്
നീതി കെട്ടവർക്ക് വേണ്ടി, മനസ്സിലായോ? ജഡത്തിൽ മരണശിക്ഷ ഏൽപ്പിച്ചു, ആത്മാവിൽ ജീവിക്കപ്പെട്ടു. അതുകൂടാതെ എന്താണ്? നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി. ഇത് പത്രോസ് പറയണമെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വേണ്ടിയായിരുന്നു. ഇനി പിശാച് മറ്റുള്ളവരും ഭയപ്പെടുന്ന ക്രൂശീകരണത്തിലേക്ക് വരാം. ഇതിന് ഇസ്ലാമികൾ പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ വോയിസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം അല്ല, ബൈബിളിൽ മരിച്ചു എന്ന് തന്നെയല്ലേ പറയുന്നത്? കുരിശിലേറ്റി പിന്നെ കുരിശിലേറ്റി മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി കുന്തം ഉപയോഗിച്ച് കുത്തുന്നതൊക്കെ ആയിട്ട് അതിനകത്ത് പറയുന്നത്. എന്നിട്ട് നേരത്തോട് നേരം കഴിഞ്ഞപ്പോൾ താഴ്ത്തി കിടത്തുകയും പിന്നെ ആര് പട്ടാളക്കാരുടെ ഒന്നും സാന്നിധ്യത്തിലല്ലാതെ കല്ലറയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ഉയർത്തെഴുന്നേറ്റ് പട്ടാളക്കാർ വന്ന് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് പോയി എന്നുള്ളതാണ്. ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല. ഖുർആൻ പറയുന്നത് കുരിശിലേറി മരിച്ചിട്ടില്ലെന്ന് മാത്രമാണ്. കുരിശിലേറുക എന്നുള്ളതും കുരിശിലേറി മരിക്കുക എന്നുള്ളതും രണ്ട് പ്രയോഗമാണ്. കുരിശിലേറ്റിയിട്ടില്ലെന്ന് ഖുർആൻ പറയുന്നില്ല, കുരിശിലേറി മരിച്ചിട്ടില്ലെന്നേ പറയുന്നുള്ളൂ. അത് ഞാൻ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. യേശു കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട്, ഖുർആനികമായിട്ട് തന്നെ യേശു കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട്, കുരിശിലേറി മരിച്ചിട്ടില്ല. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള അപ്പോൾ ഉണ്ടാക്കിയ ഒരു കഥയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കഥ ബൈബിളിൽ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഖുർആനിൽ അതിന്റെ ആനുകൂല്യം നൽകുന്നുണ്ട്. മൗലവി എങ്ങനെയാണ് അപ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്? മൗലവിയുടെ അകമ്പൊരുൾ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്? യേശുവിനെ കുരിശിലേറ്റിയിട്ടുണ്ട്, പക്ഷേ കുരിശിലേറിയിട്ട് അദ്ദേഹം മരിച്ചില്ല. നേരത്തോട് നേരെ എത്തുമ്പോഴേക്കും മരിക്കില്ല. ക്രിസ്തീയ വിഭാഗം അത് അംഗീകരിക്കുമോ? സർവ്വവേദ സത്യവാദത്തിൽ അത് അംഗീകരിക്കും. ക്രിസ്തീയ വിശ്വാസികൾക്ക് കുരിശ് മരണം എന്ന് പറയുന്നത് യേശുവിനെ കുരിശിലേറ്റി എന്നിടത്ത് മാത്രമാണ്. യേശു കുരിശിലേറി, മനുഷ്യരുടെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് യേശു കുരിശിലേറി എന്നുള്ളത് വരെയാണ് അവർക്ക് പ്രശ്നമുള്ളൂ. കുരിശിലേറിയിട്ടില്ലെന്ന് നമ്മളാരും പറയുന്നില്ല, ഖുർആനും പറയുന്നില്ല. കുരിശിലേറി മരിച്ചിട്ടില്ലെന്നേ പറയുന്നുള്ളൂ. അവിടെ ഒരു ചെറിയ അറബിയിൽ പറഞ്ഞാൽ തഷ്ബീഹ്, ഒരു അവ്യക്തതകളുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ അവ്യക്തതകളാണ് അവിടെ ഈ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് കാണുന്നത്. യേശുവിനെ കുരിശിലേറ്റുന്നത് വരെ ഖുർആനോ ബൈബിളോ പരസ്പരം വ്യത്യാസപ്പെടുന്നില്ല. കുരിശിലേറിയതിന് ശേഷം മരിച്ചിട്ടില്ലെന്ന് ഖുർആൻ പറയുന്നു, കുരിശിലേറി മരിച്ചെന്ന് ബൈബിൾ പറയുന്നു. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതൊരു അവ്യക്തതയുടെ ആനുകൂല്യം നൽകാവുന്ന ഒരു കേസ് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. വോയിസ് കേട്ടല്ലോ. കുരിശിലേറ്റി കുന്തം കൊണ്ട് കുത്തി, എന്നിട്ട് നേരത്തോട് നേരം കഴിഞ്ഞപ്പോൾ താഴ്ത്തി കിടത്തുകയും പട്ടാളക്കാരുടെ സാന്നിധ്യമില്ലാതെ കല്ലറയിൽ കൊണ്ടുപോവുകയും പട്ടാളക്കാർ വന്നു നോക്കുമ്പോൾ ആളെ കാണുന്നില്ല, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് പോയി എന്നാണ്. ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല. ഖുർആൻ പറയുന്നത് കുരിശിലേറി മരിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ കുരിശിലേശു മരിച്ചുവോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മൗലവി പറയുന്നത്. പിന്നെ പറയുന്നത് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പോൾ ഉണ്ടാക്കിയ ഒരു കഥയായിട്ടാണ്. ആ കഥ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ ആ കഥ മൗലവി വിശ്വസിച്ചു. അതിന്റെ മുൻപിലുള്ളതും പിൻപിലുള്ളതും മൗലവി വിശ്വസിച്ചില്ല. എന്നാൽ സത്യക്രിസ്ത്യാനിയായിട്ടുള്ള ആരും മൗലവിയുമായിട്ട് യോജിക്കത്തില്ല. പിന്നെ മനസ്സിളക്കപ്പെട്ട ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ യോജിച്ചേക്കാം. ഇപ്പൊ കുറെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഖുറാൻ്റെ അകത്തുള്ള അള്ളാഹുവിൻ്റെ അതേ ആട്രിബ്യൂട്ട്സുകൾ തന്നെയാണ് ബൈബിളിലെ യഹോവയ്ക്കുണ്ടെന്നുണ്ട്. കുറെ ഇതേപോലെ മനസ്സിണക്കപ്പെട്ട കുറെ ഹാജികൾ ഇറങ്ങിയിട്ടുണ്ട്. അവരെ പോലുള്ളവർ ദൈവത്തിനെയും യൂദാസിന് ശേഷം ദൈവത്തിനെയും ബൈബിളിനെയും എല്ലാവരെയും ഒറ്റുകൊടുക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ജന്മങ്ങളാണ്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എന്തും അഭിമാനത്തോടെയാണ് നടക്കുന്നത്. അപ്പൊ ഈ മൗലവി ഈ പറഞ്ഞതിനോട് യോജിക്കത്തില്ല, എന്നെ പോലുള്ളവർ യോജിക്കില്ല. അത് പറയാനുള്ള കാരണം ഇപ്പം മൗലവി പറഞ്ഞിട്ടുണ്ടല്ലോ, ബൈബിളിൻ്റെ അകത്ത് അങ്ങനെ കഥ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാളക്കാർ വന്ന് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് പോയി, അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മൗലവിയോട് ആദ്യമേ തന്നെ പറയണം, മൗലവി എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം, യേശുവിനെ രക്ഷകനാഥനെ സ്വീകരിച്ചിട്ടില്ലാത്തവരോടെല്ലാം പറയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് അനുഭവിക്കുന്നവരുമാണ്. പക്ഷെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, മൗലവിയോടും കൂട്ടരോടും പറയട്ടെ, നിങ്ങളുടെ ഖുറാൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഈ പൊള്ളത്തരം എങ്ങനെ വിശ്വസിക്കും? യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി. ഇത് അവർ കണ്ടു, അവരതിൻ്റെ സാക്ഷികളാവുന്നു. അതിനുശേഷം പിന്നീട് കാലങ്ങൾക്ക് ശേഷം എവിടെയോ അറേബ്യയിൽ കിടന്ന ഒരു മനുഷ്യൻ വന്നിട്ട് ഇതിനെപ്പറ്റി വേറൊരു രീതിയിൽ എഴുതി വെച്ചിട്ട് ഉടനെ നിങ്ങൾ പറയണം ആ ഈസ തന്നെയാണ് ഈ യേശുക്രിസ്തു എന്ന് പറയുകയും ആ യേശുക്രിസ്തു ഈ ഈസ അല്ലെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു ഈ ആകുന്ന ഈസ എന്ന് നിങ്ങൾ പറയുന്ന ആള്
ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുസ്തകം എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കാരണം എന്താണ്? ഇത് ചരിത്രമായിട്ട് കാലങ്ങളോളം കിടക്കുന്നതിനെ വേറൊരു ദിവസം വന്നിട്ട് ഒരാൾ പറയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞ ദൈവം അയച്ചിട്ടുള്ള ഒരു മനുഷ്യനല്ല മുഹമ്മദ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞ ദൈവത്തിനുള്ള എല്ലാ ഗുണഗണങ്ങളും ഖുറാനിൽ പറയുന്ന നിങ്ങളുടെ ദൈവത്തിനില്ല. പക്ഷെ നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിച്ച് കുറെ എണ്ണത്തിന് നിങ്ങൾ കാശ് കൊടുത്ത അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും പറയുകയാണ്. അങ്ങനെ ഒരു സ്നേഹത്തോടെ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് ബൈബിളിൻ്റെ അകത്ത് പറയുന്നു പിശാച് തന്ത്രശാലിയാണ്, ഖുറാന്റെ അകത്ത് പറയുന്നു ഖുറാനിലെ ദൈവം തന്ത്രം പ്രയോഗിക്കുന്ന ഒരു മെച്ചപ്പെട്ടവനാണ്. അതുകൊണ്ട് സത്യക്രിസ്ത്യാനികളായിട്ട് നടക്കുന്നവരുടെ മുമ്പാകെ തന്ത്രം പ്രയോഗിക്കാൻ ഇത്തരം ആൾക്കാർ മനസ്സിണക്കപ്പെട്ട കുറെ എണ്ണം ഉണ്ടായിരിക്കും. ആ കൂട്ടത്തിലേക്ക് വീഴരുതേ. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ നിങ്ങൾ കേട്ടത് യേശു ക്രിസ്തുവിനെ എങ്ങനെ വിചാരണയ്ക്ക് നിർത്തി എന്നുള്ളതാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ ബൈബിളിൽ നിന്ന് നമുക്കൊന്ന് പരിശോധിക്കാം യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതും ആ ക്രൂശീകരണ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, അവരെന്തൊക്കെയായിരുന്നു ആ സമയത്ത് അവിടെ ചെയ്തത്, ക്രൂശിച്ചതിന് ശേഷം എന്തു സംഭവിച്ചു, ഇദ്ദേഹം പറഞ്ഞതുപോലെ കുന്തം കൊണ്ട് കുത്തുകയും പട്ടാളക്കാരുടെ സാന്നിധ്യം ഇല്ലാതെ കല്ലറ കൊണ്ടുപോവുകയൊക്കെ ചെയ്തോ, ബൈബിളാണോ കള്ളം പറയുന്നത് അതോ ഇസ്ലാമികളായിട്ടുള്ള ഇവരാണോ കള്ളം പറയുന്നത്, CH മുസ്തഫ മൗലവിയാണോ കള്ളം പറയുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നെ കേട്ടവരോട് പറയാണ്, ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം കർത്താവായ യേശുക്രിസ്തു എന്ന നാമം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ പാപമോചനവും ലഭിച്ചത്. അതുകൊണ്ട് ആ ക്രൂശീകരണം ഇല്ല എന്ന് പറഞ്ഞു വരരുതേ. അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കൂടെ വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൂടെ വേണ്ടിയാണ് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റത്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എന്നെ കേൾക്കുന്ന ലോകത്തിലെ സകല മനുഷ്യർക്ക് വേണ്ടിയാണ്. എനിക്ക് ഈ യൂട്യൂബിൻ്റെ ഇതിട്ട് തന്ന ആ സഹോദരനോടും പറയുകയാണ്, എൻ്റെ പ്രിയ സഹോദര, നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പാപങ്ങൾക്കായിട്ട് കാൽവരി യാഗമായ ഒരാളുണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തു. എൻ്റെ അഭിപ്രായം എന്താണെന്നല്ലേ താങ്കൾക്ക് അറിയേണ്ടത്. എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റതും മരിച്ചതും അടക്കപ്പെട്ടതും എനിക്കും താങ്കൾക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ക്രൂശീകരണവും അവിടെ പട്ടാളക്കാരുണ്ടായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അത് മാറ്റിവെച്ചതാണോ എന്നുള്ളതെല്ലാം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ.